ബഹുമാനപ്പെട്ട ജോയ് ചെമ്പകശ്ശേരിലച്ചൻ്റെ ആധ്യാത്മിക നേതൃത്വത്തിലും റോബിൻ ഡാനിയൽ ചെയർമാനായും പ്രിൻസി സാജു ഡയറക്ടറായിട്ടും നടത്തുന്ന ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രീസ് പറ്റി അറിയാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ഇത് വളരെ പ്രസക്തവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു പ്രസ്ഥാനമാണ്, സംരംഭമാണ്. കർത്താവ് ഉത്ഥാനം ചെയ്ത കർത്താവ് അവസാനം ശിഷ്യർക്ക് നൽകിയ സന്ദേശം എന്താണ്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പിതാവ് പുത്രനെ അയച്ചത് സാർവത്രിക സാഹോദര്യത്തിൻ്റെയും ദൈവത്തിൻ്റെ പിതൃത്വത്തിൻ്റെയും സന്ദേശം, ഉച്ചനീചത്വമില്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥയുടെ വിപ്ലവാത്മകമായ ദൗത്യം അറിയിക്കാനാണ് ശിഷ്യന്മാരെ അയച്ചത്. എൻ്റെ പിതാവെ, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്ന പോലെ അവരെല്ലാവരും ഒന്നായിരിക്കണം എന്നുള്ള ആഗ്രഹം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഈ ശാശ്വതമായ സമാധാനം, മാനവകുലത്തിന് നശിപ്പിക്കാൻ സാധിക്കാത്ത ശാശ്വത സമാധാനം, അത് നൽകാനാണ്, അതിൻ്റെ സന്ദേശം അറിയിക്കാനാണ് ദൈവം മനുഷ്യനായത്, സഭ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ നമുക്കും ആ ശ്ലൈഹിക ദൈവത്തിൽ പങ്കുചേരാനായിട്ട് അവസരം ലഭിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ, നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം, ഇത് ഏതാനും പേരുടെ മാത്രം ദൗത്യമല്ല സുവിശേഷ പ്രവർത്തനം. ഇത് ഞാൻ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ശ്ലൈഹികം ഐക്യപ്പെട്ട അല്ലെങ്കിൽ മിഷണറി ദൗത്യമുള്ള സഭയിൽ വിശ്വസിക്കുകയും അതിൻ്റെ അംഗവുമാണ് എന്ന് ഏറ്റു പറയുകയാണ്. അതുപോലെ നീതിയുടെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം അറിയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവം തന്നെയാണ്. നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഏകപുത്രൻ്റെ സന്ദേശവാഹകരായിത്തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രീസിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നല്ലവനായ ദൈവം അവരെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.